ഹായ് ഗായ്സ്, പത്തനംമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും കുറച്ച് വിഷമമൊക്കെ തോന്നുന്ന ഒരു എപ്പിസോഡാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നയനയും ആദർശം തമ്മിൽ ഒരു ചെറിയ പിണക്കത്തിലേക്കൊക്കെ പോവാണ്. അങ്ങനെ ആദർശ നയനയോട് ഇനി അനന്തപുരിയിലേക്ക് വരണ്ടെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ അറിയണ്ടെന്നും പറയാണ്. അങ്ങനെ നന്ദാവനത്തിൽ നിൽക്കുന്ന നയനയെ കൂട്ടിക്കൊണ്ടുവരാനൊന്നും ആദർശ് കൂട്ടാക്കുന്നില്ല. ഒരു ഡിവോഴ്സിലോട്ടൊക്കെ പോകാൻ തയ്യാറായിട്ട് തന്നെ വരികയാണ് ആദർശ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദേവയാനി കൂടി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അനന്തപുരിയിലെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാകാണ്. മുത്തശ്ശിയെ നോക്കാൻ അവിടെ ആരും ഇല്ലാതാവുകയാണ്. മുത്തശ്ശൻ്റെയും മരുന്നിൻ്റെ കാര്യമോ ഭക്ഷണത്തിൻ്റെ കാര്യമോ ഒന്നും ശ്രദ്ധിക്കാൻ നയനിയോ ദേവയാനിയോ ഒന്നും ഇല്ലാതാവുമ്പം അനാമികയും മറ്റുള്ളവരും കൂടി അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നയന കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മുത്തശ്ശിക്കും കൊണ്ട് കൊടുക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദർശ് കണക്ക് പറഞ്ഞ് അതിന് കൂലി കൊടുത്തൊക്കെ വിടുകയാണ് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് പറയുന്നുണ്ട് ദേവയാനിയോട്, ഇല്ല, ഞാൻ ഒരിക്കലും നയനെ കൂട്ടിക്കൊണ്ട് വരില്ല. അവൾ എന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചന തന്നെയാണ്. ഞാൻ അവളെ അങ്ങനൊന്നുമല്ല കണ്ടിരുന്നത്. എൻ്റെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം തന്നെയാണ് നയനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അവൾ ചെയ്തു കൂട്ടിയതൊക്കെ എന്താണെന്ന് അമ്മയ്ക്കും അറിയാലോ. അപ്പോൾ ദേവയാനി പറയാണ്, എന്ത് ചെയ്തു കൂട്ടിയെന്നാണ് നീ പറയുന്നത്? അവൾ അങ്ങനെയൊന്നും ചെയ്തു കൂട്ടിയിട്ടില്ല. ഞാൻ കൂടി പറഞ്ഞിട്ട് അവൾ നിന്നോട് സത്യങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ അമ്മ പറയാതിരുന്നാലും അവൾക്ക് എന്നോട് പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ അതുപോലെ ആഗ്രഹിച്ചതല്ലേ അമ്മേ, നിങ്ങൾ രണ്ടും സ്നേഹിച്ച് ജീവിക്കണം എന്നുള്ള കാര്യം. പക്ഷേ അവൾ അതൊന്നും കൂട്ടാക്കാതെ അത് എന്നോട് പറയാതെ എന്നെ എന്തുമാത്രം വിഷമിപ്പിച്ചു. പല പ്രാവശ്യവും ഞാൻ അവളോട് ചോദിച്ചിട്ടുള്ള എന്താ നയനെ, അമ്മ നിന്നെ മനസ്സിലാക്കിയോ, അറിഞ്ഞോ, സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ. അപ്പോൾ അവൾ ഒന്നും അറിയാത്ത പോലെ നാടകം കളിക്കുകയായിരുന്നു എൻ്റെ മുന്നിൽ. എനിക്ക് അവളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്ത് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചതും വിശ്വസിച്ചതും ഒക്കെ അവളെ തന്നെയാണ്. പക്ഷെ അവളിൽ നിന്ന് ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇനി നന്ദാവനത്തിൽ ചെന്ന് അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് പറയണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോനെ. ഞാൻ കാരണമാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തതും പറഞ്ഞതും ഒക്കെ. എൻ്റെ ജീവൻ എന്ന് നിലനിൽക്കുന്നത് അവൾ കരൾ ദാനം ചെയ്തതുകൊണ്ടാണെന്ന് നിനക്കും അറിയാമല്ലോ. അതുകൊണ്ട് അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണം നീ എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൾ കരൾ ദാനം ചെയ്തെങ്കിൽ അതുകൊണ്ട് അവളെ ഞാനിവിടെ കൂട്ടിക്കൊണ്ട് വരണമെന്നാണോ? അങ്ങനെ ഒരു ശരി അവൾ ചെയ്തു, അത് സത്യമാണ്. പക്ഷേ അവൾ ചെയ്യുന്ന തെറ്റിനൊക്കെ കുടപിടിക്കാൻ എന്നെ കിട്ടില്ല. അവൾ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ച സ്ഥിതിക്ക് എനിക്കതിന് പറ്റുന്നില്ല. എൻ്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല അമ്മയെന്ന് പറയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, കനകയും ഗോവിന്ദനും ഒക്കെ ഒരുപാട് വിഷമത്തിലാണ്. മകളെ ഓർത്ത് നീറിയാണ് ഗോവിന്ദൻ കഴിയുന്നത്. ഇങ്ങനൊരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുമെന്ന് അവരും വിചാരിച്ചില്ലെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇനി എന്ത് പറഞ്ഞാലും നയനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ല. എനിക്ക് അവളെ അംഗീകരിക്കാനും പറ്റില്ല. അപ്പോൾ ദേവയാനി പറയാണ്, നിൻ്റെ തീരുമാനം അത്രയ്ക്ക് കടുത്തതാണെങ്കിൽ ഞാനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണമാണ് നയനമോൾ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാനും ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഞാനും നന്ദാവനത്തിലേക്ക് പോവുകയാണ്. നയനയില്ലാത്ത ഈ അനന്തപുരിയിൽ ഞാനും നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആദർശ് പറയാണ്, അമ്മ എന്താ ഈ പറയുന്നത്? അമ്മ നന്ദാവനത്തിൽ പോയി നിൽക്കുന്നോ? അതിൻ്റെ ആവശ്യം എന്താ? അമ്മയ്ക്ക് അനന്തപുരിയിൽ നിൽക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. നയനമോളില്ലാത്ത ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. അത് തന്നെയല്ല, നിൻ്റെ വാശി തന്നെ ജയിക്കട്ടെ. നീ അവളെ കൂട്ടിക്കൊണ്ട് വരില്ലെന്നും അവളും ഒന്നിച്ച് ജീവിക്കില്ലെന്നും അല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി നന്ദാവനത്തിൽ നിന്ന് അവളുടെ കൂടെ ജീവിക്കും. കാരണം എന്താണെന്ന് വെച്ചാലേ, എൻ്റെ മരുമോളുടെ അടുത്ത് നിൽക്കാനാണ് എനിക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, ഈ അമ്മയ്ക്ക് ഒരു മടിയും തോന്നുന്നില്ലേ അവിടെ പോയി ജീവിക്കാൻ? ഇവിടെ ജീവിച്ചിട്ട് അവിടെ പോയി എനിക്കൊരു മടിയും തൽക്കാലം തോന്നുന്നില്ല ആദർശേ. നീ എന്ന് നയനയെ വന്ന് കൂട്ടിക്കൊണ്ട് വരുന്നോ അന്ന് ഞാനും ഈ അനന്തപുരിയിലേക്ക് പോരും എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഇവിടെ ഉള്ളത് അമ്മയ്ക്ക് അറിയില്ലേ? അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അമ്മ കൂടി പോയാൽ എങ്ങനെയാണെന്നാണ്? അച്ഛൻ ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? മുത്തശ്ശിയെ അനുവദിക്കും തോന്നുന്നുണ്ടോ? അപ്പോൾ ദേവയാനി പറയാണ്, ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നയനയോടൊപ്പം പോയി കുറച്ച് നാൾ നിൽക്കും. അപ്പോഴേക്ക് നീ വന്ന് പിണക്കമൊക്കെ മാറ്റി അവളെ കൂട്ടിക്കൊണ്ട് വരണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം ഞാൻ പോകുന്നത് അച്ഛനും അമ്മയോ ജയേട്ടനോ ഒക്കെ സമ്മതിച്ചില്ലെങ്കിൽ അതിന് കാരണക്കാരൻ നീയാണ്. കാരണം നീ നയനയെ വിളിച്ചുകൊണ്ട് വരാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നീ അതുകൊണ്ട് ശരിക്കും ഒരു തീരുമാനം എടുക്കുക ആദർശേ. നീ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോവാ എന്ന് പറയണം. ആദർശം ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. ദേവയാനിയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ബാഗും എല്ലാം പാക്ക് ചെയ്ത് പോവാണ്.
എന്നിട്ട് ജയനോട് പറയുന്നുണ്ട്, അത് ജയേട്ടാ, ഞാൻ നന്ദാവനത്തിലേക്ക് പോവാ. നയനമോളില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടാണ് അവൾ ആദർശിനോട് സത്യങ്ങളൊന്നും പറയാതിരുന്നത്. പക്ഷേ ഇപ്പം അവൻ അവളെ ഉപേക്ഷിച്ച മട്ടാണ്. അവൻ അത്രയ്ക്ക് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിൽ. പിന്നെ എന്തിനാണ് അവൻ ഇത്രയും വാശി പിടിക്കുന്നത്? എന്ത് വിശ്വാസവഞ്ചനം നയനെ കാണിച്ചു എന്ന് അവൻ പറയുന്നത്? സത്യങ്ങളൊക്കെ ഇപ്പോൾ തെളിഞ്ഞില്ലേ? സന്തോഷത്തോടു കൂടി ജീവിക്കുകയല്ലേ ചെയ്യേണ്ടത്? അവളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാത്ത പക്ഷം ഞാനും നന്ദാവനത്തിൽ പോയി നിൽക്കുകയാണ്. എന്ന് ആദർശ് വന്ന് അവളെ കൊണ്ടുവരുന്നോ ആ കൂടെ ഞാനും വരാം. അപ്പം ജയൻ പറയാണ്, എന്താണോ താൻ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നത്? അതെ ജയേട്ടാ, ജയേട്ടൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ കൂടി പോയി അവിടെ നിൽക്കുമ്പോഴേക്കും ആദർശിൻ്റെ മനസ്സ് മാറും. അവൻ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോരും. അല്ലാതെ പറ്റില്ല അവന് എന്ന് പറയാണ്. അങ്ങനെ ദേവയാനി ബാഗും കിടക്കയൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, ദേവയാനി നീ എവിടെ പോവാണ്? ഞാൻ നന്ദാവനത്തിൽ പോയി കുറച്ച് ദിവസം നിൽക്കാൻ പോവാച്ചാ. എന്താന്ന് വെച്ചാൽ നയനമോൾ അവിടെയാണ്. അവളെ കൂട്ടിക്കൊണ്ട് വരാൻ ആദർശ കൂട്ടാക്കാത്തടത്തോളം ഞാനും കൂടി അവിടെ പോയി നിൽക്കുകയാണ് എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കും, എന്താ ദേവയാനി ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? അപ്പോൾ ദേവയാനി പറയാണ്, അമ്മേ എന്നോട് ക്ഷമിക്കണം, എനിക്കറിയാം ഞാനിവിടെ ഇല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്കും വിഷമം ഉണ്ടാവും. പക്ഷേ ആ നയനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. ഞാൻ അവിടെ പോയി നിന്ന് കഴിയുമ്പം ആദർശന് അധികമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൻ അടുത്ത ദിവസം തന്നെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരും. ആ കൂടെ ഞാനും അങ്ങ് പോരും എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നേരാ, ദേവയാനി പറഞ്ഞത് ശരിയാ. നയനമോള് വേണം ഈ വീട്ടിൽ. കാര്യം അവൾ ചെയ്തത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല. ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ദേവയാനിയായിട്ട് പിണങ്ങി നിന്നതാ. എന്നിട്ട് സ്നേഹിച്ചപ്പം ആ വിവരം അവൾ ആദർശനോട് പറയേണ്ടതായിരുന്നു. പറയാതിരുന്ന അവനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അവൻ പല പ്രാവശ്യവും ഞങ്ങളോടത് പറയുകയും ചെയ്തു. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അവൾ പറയേണ്ടതായിരുന്നു എന്ന് പറയാണ്. ദേവയാനി ഇനി പോയി നിൽക്കൂ. ആദർശിന് അങ്ങനെ അമ്മയെ കൂടി കാണാതെ അധികം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയും ചെയ്യുമെന്ന് പറയാം. അങ്ങനെ ദേവയാനി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നന്ദാവനത്തിൽ ചെന്ന് കഴിയുമ്പം കനകയും ഗോവിന്ദനും ഒക്കെ ദേവേനെ അങ്ങ് നന്നായിട്ട് സ്വീകരിച്ചൊക്കെ കയറ്റി ഇരുത്തുന്നുണ്ട്. കനക പറയുന്നുണ്ട്, ആഹാ ആദർശ് മോൻ്റെ അമ്മ ഇങ്ങോട്ട് പോകുന്നോ ബാഗൊക്കെ എടുത്ത്? അതെന്താ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ആദർശിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നയനമോളെ കൂട്ടിക്കൊണ്ട് വരാൻ, പക്ഷെ അവനതിന് കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവനത് കൂട്ടാക്കാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ പറഞ്ഞു ഞാനും പോയി അവളുടെ കൂടെ നന്ദാവനത്തിൽ നിൽക്കുമെന്ന്. അപ്പോൾ അവൻ പെട്ടെന്ന് വരും. കാരണം എൻ്റെയും കൂടി കാണാതെ എൻ്റെ അഭാവത്തിൽ അവിടെ ജീവിക്കാൻ അവന് പറ്റുകയല്ല അധികം കാലം. അതുകൊണ്ട് അവൻ വന്ന് നയനമോളെ കൂട്ടിക്കൊണ്ട് പോരുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ അവിടെ തന്നെ താമസിക്കുകയാണ് കേട്ടോ. അപ്പം കനക പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അവിടുത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ മരുമകൾ എവിടെ താമസിക്കുന്നോ അവിടെ തന്നെ ഞാനും സന്തോഷമായിട്ട് ജീവിക്കൂ എന്നൊക്കെ പറയുക. അങ്ങനെ അവിടെ നിൽക്കുകയാണ് ദേവയാനി. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ ആകെ മൊത്തം പ്രശ്നമാണ്. ആ അനാമികയാണെങ്കിൽ അനിയോട് പിന്നെയും ബഹളം വച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയാണെങ്കിൽ ട്രെയിനിങ്ങിന് പോയ നന്ദുവിനെ വിളിക്കുകയും ആകെ മൊത്തം അവിടെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ വേണുവും രേവതിയും കൂടി അനാമികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ അനാമികയെ ഇപ്പോൾ ഏതായാലും നല്ല അവസരമാണ്. നയനെ ആദർശ് ഉപേക്ഷിച്ച മട്ട് തന്നെയാണ്. അവളുടെ വീട്ടിൽ പോയി നിൽക്കുക. അവനിനി കൂട്ടിക്കൊണ്ട് വരാൻ പോവില്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നിൻ്റെ വല്യമ്മ കൂടി അവിടെ പോയി നിൽക്കല്ലേ. ഇപ്പം അനന്തപുരിയിൽ നിനക്ക് രാജാവായിട്ട് വാഴാലോ, അവിടുത്തെ ഒരു കൊച്ചു റാണിയായി മാറണം നീ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വേണു. അപ്പോൾ അനാമിക പറയാണ്, നല്ല അവസരം തന്നെയാണ്. കാര്യം അവരെല്ലാം പോയല്ലോ, എല്ലാ ശത്രുക്കളും ഒറ്റയടിക്ക് പോയ പോലെയായി അച്ഛാന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി ആ കിളവിയും കൂടിയുണ്ട്, അവരും കൂടി ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് മുമ്പോട്ട് പോയേനെ. എല്ലാം തകർന്നെന്ന് വിചാരിച്ചെടുത്തുനിന്ന് കുറേ സ്വത്തുക്കളെങ്കിലും നമുക്ക് കിട്ടിയേനെ. അനി പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെ രേവതിയും പറയാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും അവരമ്പിനും വില്ലിനും അടുക്കില്ല. അവരെന്തായാലും അവിടെ നല്ലപോലെ പയറ്റും. ഒരു കള്ളത്തരം അവിടെ നടക്കില്ല എന്ന് പറയാം. അപ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ നീ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ ദേവയാനി അവിടെ ഇല്ല, അതുപോലെ നയനയും ഇല്ല. അതുകൊണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യത്തിലൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ കാണും. ജലജയാണെങ്കിൽ ഒരു കാര്യത്തിലും കൈ കടത്തുവോ കാര്യങ്ങൾ ചെയ്യുമോ ഒന്നും ചെയ്യില്ല. ജലജ ഒന്നും കാണാതെ കണ്ണടച്ച് നടക്കും. പിന്നെ നിൻ്റെ അമ്മായിയമ്മ ജാനകി ഉണ്ടല്ലോ, അവരല്ലേ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവരെ പറഞ്ഞ് തിരിക്കണം മോളെ. അവരുടെ കാര്യങ്ങൾക്കൊക്കെ കുറവ് വരുത്തണം. ശരിയായിട്ട് ഭക്ഷണം കൊടുക്കുകയോ ചെയ്യരുത്. മരുന്നൊന്നും ഒട്ടും എടുത്തു കൊടുക്കാനും ഒന്നും പോകരുത്. അങ്ങനെ അവരവിടെ കിടന്ന് ബുദ്ധിമുട്ടണമെന്ന് പറയണം.
അങ്ങനെ അനാമിക ജാനകിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മാറ്റാനായിട്ട് വരികയാണ്. അങ്ങനെ ജാനകിയും അനാമികയും ജലജയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ദേവേടത്തിക്ക് എന്തിൻ്റെ ആവശ്യമാണെന്നറിയില്ല, ഏടത്തി പോയി കിടക്കുന്ന നന്ദാവനത്തിൽ, ഇവിടുത്തെ സുഖം പോരാഞ്ഞിട്ട് എങ്ങനെയാ കാലി തൊഴുതി പോയി കിടക്കുന്നതെന്ന് പോലും അറിയില്ല. എന്ത് സുഖലോപതയെ ജീവിച്ചതാ, മരുമകളുടെ പുറകെ കെട്ടിപ്പൊക്കി പോയിരിക്കുന്നു. അപ്പോൾ ജാനകിയും പറയുക, ശരിയാ, ഏടത്തി ഉണ്ടായിരുന്നപ്പോഴും നയന ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിഞ്ഞില്ല. ഭക്ഷണത്തിൻ്റെ കാര്യവും അടുക്കളയിലെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നത് നയനയും ഏടത്തിയൊക്കെ അല്ലായിരുന്നോ? ഇപ്പോൾ ദേ പണി മുഴുവൻ നമ്മുടെ തലയിലല്ലേ എന്ന് പറയാണ്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, ശരിയാ, പണി എടുത്തെടുത്ത് നടു ഒടിഞ്ഞു. അടുക്കളയിൽ കിടന്ന് ആ ജോലിക്കാരിയെ കൂടി പറഞ്ഞു വിട്ടത് കാരണം പണിത് മടുത്തു. കാര്യം എന്താണേലും ആ വല്യമ്മയുണ്ടായിരുന്നപ്പം രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കായിരുന്നു. ഇപ്പം എന്താ കഴിക്കുന്നതെന്ന് പോലും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുക, ശരിയാ, അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം ഭക്ഷണം വിളമ്പിയപ്പോൾ അത് പറയുകയും ചെയ്തു. ഇതെന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജലജയെന്ന്. അല്ല, ഞാൻ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാം. അടുക്കളയിൽ നിന്ന് ചൂടിച്ച് എൻ്റെ സ്കിന്നിൻ്റെയൊക്കെ നിറങ്ങ് മാറിപ്പോയി. ഞാൻ ആകെപ്പാടെ വേർത്ത് എനിക്ക് വയ്യ. അധിക നാൾ അടുക്കളയിൽ ഇങ്ങനെ നിന്ന് ചൂട് കൊള്ളാനൊന്നും എന്നെ കിട്ടില്ല. അപ്പം ജാനകിയും പറയാ, ശരിയാ, ഇപ്പം ഇതെല്ലാം കൂടെ നമ്മുടെ തലയിലേക്കായി എന്ന് പറയുമ്പോൾ അനാമിക്ക് പറയാണ്, ഒരു കണക്കിന് അതൊക്കെ നന്നായമ്മേ. അങ്ങനെ എല്ലാം കൂടെ നമ്മുടെ തലയിലായെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യത്തിൽ കുറച്ച് നമുക്ക് കണ്ണടയ്ക്കാം. അല്ലെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താ? കാരണം ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ ആദർശനും നയനിക്കും കൊടുക്കാൻ കാത്തിരിക്കുന്നവരല്ലേ അവർ. ആദർശനും അവനുണ്ടാകുന്ന കുഞ്ഞിനും കൊടുക്കുമെന്നാണ് മുത്തശ്ശനെന്ന് പറഞ്ഞത്. ഇതൊക്കെ അമ്മ മറന്നോ? അനി ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും അവന് 2-3 കമ്പനികളുടെ MD സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അനിക്ക് എന്തെങ്കിലും പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ സ്വത്തുക്കളൊക്കെ വീതം വെച്ച് എല്ലാവർക്കും കൂടി കൊടുക്കണ്ടേ? അതും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പം എല്ലാവർക്കും സ്വത്ത് വീതം വയ്ക്കാൻ ധൃതിയായോ എന്ന് ചോദിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ അവരുടെ കാര്യത്തിലൊന്നും കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും പോകണ്ട. എങ്ങനെയെങ്കിലും ആകട്ടെ, ഉള്ളതിൻ്റെ ഭക്ഷണം എടുത്ത് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അവരുടെ ഇഷ്ടങ്ങളൊന്നും നോക്കാൻ പോകണ്ട. നമുക്ക് നമ്മുടെ കാര്യമൊക്കെ നോക്കി അങ്ങ് ജീവിക്കാം. അപ്പോൾ ജലജയം പറയാം, അത് അനാമിക മോള് പറഞ്ഞത് ശരി തന്നെയാണ് ജാനകി. നമ്മൾ അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. അങ്ങനെ പോട്ടെ, നമ്മളൊക്കെ അത്രയും പരിഗണനയല്ലേ നൽകുന്നുള്ളൂ. എന്തായാലും ദേവയാനിക്കും അതുപോലെ തന്നെ നയനയ്ക്കും ഒന്നും കൊടുക്കുന്ന പ്രയോറിറ്റി നമുക്ക് തരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളും അതുപോലെ അങ്ങ് നിന്നാൽ മതി. അനാമിക പറഞ്ഞത് ശരി. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക, നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കഴിക്കുക. വേണമെങ്കിൽ വന്ന് അവരുടെ അടുത്ത് കഴിക്കട്ടെ, മുത്തശ്ശിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അതുപോലെ മരുന്ന് സമയാസമയങ്ങളിൽ നയനയും ഏടത്തെയൊക്കെ എടുത്ത് കൈ കൊടുത്തോണ്ടിരുന്ന ഇപ്പം ഇനി എങ്ങനെയെങ്കിലും കഴിക്കട്ടെ. കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ വേണ്ടതേ. അങ്ങനെയൊക്കെ മതി. എന്നെ അബിയെ അവർക്ക് കാണരുത്. പിന്നെ ഞങ്ങളെന്തിനാ അവരുടെ കാര്യങ്ങളിൽ ഇത്രയധികം ശ്രദ്ധിക്കാൻ പോകുന്നത്? അങ്ങനെ ഇവർ 3 പേരും കൂടെ തീരുമാനിക്കുകയാണ് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും ശരിയായിട്ട് ഭക്ഷണം കൊടുക്കണ്ട, അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും ചെയ്തു കൊടുക്കണ്ട എന്നൊക്കെ. അങ്ങനെ തന്നെ അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകെ വിഷമിക്കുക. മുത്തശ്ശൻ പറയുന്നുണ്ട് മുത്തശ്ശിയോട്, അത് ഇപ്പം ദേവയാനി കൂടി നന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പം എന്താണ് നമ്മുടെ ഒരു അവസ്ഥ? വല്ലാത്തൊരവസ്ഥയല്ലേ? ശരിയായിട്ടൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. വായിക്ക് രുചിച്ചൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. സമയത്തൊന്നും ആഹാരം കിട്ടുന്നുമില്ല. അവർക്ക് തോന്നുമ്പം വെച്ചാൽ വെച്ചു, പുറത്തുനിന്ന് വാങ്ങിയാൽ വാങ്ങി. എന്തൊക്കെ കഥകളാ! ദേവയാനി ഉണ്ടായിരുന്നപ്പോഴും നയനമോൾ ഉണ്ടായിരുന്നപ്പോഴും ഈ വിഷമങ്ങളൊന്നും അറിഞ്ഞില്ല. മരുന്നിൻ്റെ കാര്യത്തിലും എല്ലാം കറക്റ്റ് സമയത്ത് നയനമോൾ ചെയ്തു തരുമായിരുന്നു. ഇതിപ്പം വല്ലാത്തൊരവസ്ഥയിലായി പോയല്ലോടോ നമ്മൾ എന്ന് പറയുമ്പം മുത്തശ്ശി പറയാണ്, എന്ത് ചെയ്യാം, മക്കളൊക്കെ സ്വത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ പുറകെ പോകുമ്പോഴും ആർത്തിയുള്ളവരായിട്ടൊക്കെ പോകുമ്പോഴും ഇങ്ങനെയൊക്കെ ആ മാതാപിതാക്കൾക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നയന വിളിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശനെയും മുത്തശ്ശിയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എന്തുണ്ട് മുത്തശ്ശ, അസുഖങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ സമയത്ത് കഴിക്കുന്നില്ലേ? അപ്പം മുത്തശ്ശൻ പറയാണ്, അതൊന്നും കുഴപ്പമില്ല മോളെ. ആദർശ് എന്തെങ്കിലും പറഞ്ഞോ? നിന്നെ വിളിക്കാൻ വരുമോ, ഫോൺ വിളിക്കുമോ, എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, ഇല്ല, ആദർശ് എന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു പോലുമില്ല, ഇവിടെ വന്നതുമില്ല എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ദേവയാനി എവിടെയാണ്? ദേവയാനി എന്തെടുക്കുന്നതെന്ന് ചോദിക്കുമ്പം അമ്മ ഇവിടെയുണ്ട്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. അമ്മ എന്നോട് പറഞ്ഞു മുത്തശ്ശനെയും മുത്തശ്ശിയും വിളിച്ച് ചോദിക്കുക എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് എന്ന് നയന പറയാം.
അപ്പം മുത്തശ്ശിയുടെ ഈ ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി നയനോട് പറയുന്നുണ്ട്, അത് മോളെ എന്ത് പറയാനാ, ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെ കാര്യം. നിങ്ങൾ രണ്ടുപേരും കൂടി ഈ അനന്തപുരിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അസൂയക്കൂട്ടങ്ങളെല്ലാം കൂടി മത്സരിക്കുകയാണ് ഇവിടെ കിടന്ന്. ഞങ്ങൾക്ക് ശരിയായിട്ട് ഭക്ഷണം തരാനോ അതുപോലെ ഒരു മരുന്നെടുത്ത് തരാനോ ഒന്നും ഇവിടെ ആരുമില്ല. ശരിക്കും വായി ചവച്ചൊരു ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാവോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വച്ചു, ചിലപ്പം ഒന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. ഞങ്ങൾ പട്ടിണിക്ക് ഇരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് ഭയങ്കര വിഷമാവും. നയന പറയാം, മുത്തശ്ശ വിഷമിക്കാം മുത്തശ്ശ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അവർ അനാമികയോട് പറയാം, നീ ഒന്നും പറയാനൊന്നും പോവണ്ട, അറിയാഞ്ഞിട്ടൊന്നും അല്ല അവരങ്ങനെ ചെയ്യുന്നത്, അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാ മോളെ എന്ന് മുത്തശ്ശി പറയണം. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് നയന ദേവയാനിയോട് പറയുക, അമ്മേ അവിടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യമൊക്കെ വലിയ പരുങ്ങല്ല, അമ്മ അങ്ങോട്ട് തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇല്ല മോളെ, ആദർശ് നിന്നെ വന്ന് വിളിച്ചിട്ടേ ഞാൻ അനന്തപുരിയിലേക്ക് പോവുള്ളൂ. അപ്പം നയന പറയാണ്, മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും ശരിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല, അതുപോലെ മരുന്നിൻ്റെ കാര്യവും എല്ലാം ഒന്നും ചെയ്യുന്നില്ല അവിടെയുള്ളവർ, എന്തോ മത്സരം പോലെയൊക്കെയാണെന്നാണ് മുത്തശ്ശി പറയുന്നത്. എനിക്ക് ആകെപ്പാടെ വിഷമം തോന്നുന്ന അമ്മയെന്ന് പറയുകയാണ്. അങ്ങനെ നയന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും. അങ്ങനെ നയന പിറ്റേ ദിവസം ത്തേക്കുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് നേരെ അനന്തപുരിയിലേക്ക് പോവുക. അപ്പോൾ പോകാൻ ഇറങ്ങുമ്പോഴേക്കും പറയുന്നുണ്ട് കനക, നിന്നോട് അങ്ങോട്ട് ചെല്ലണ്ടെന്നല്ലേ ആദർശ് പറഞ്ഞ മോളെ, പിന്നെ നീ ചെന്നാൽ അവൻ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമെന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഈ ഭക്ഷണം എന്തായാലും ഞാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും കൊണ്ട് കൊടുക്കും. ഇവിടെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പം അവരവിടെ പട്ടിണിക്ക് കിടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അനാമികയും കൂട്ടരും ഒന്നും ചെയ്ത് ജയിക്കുകയും വേണ്ട, അവർ കാണട്ടെ, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്നും മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ള ഭക്ഷണം ഇവിടെ നിന്നുണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കും എന്നിങ്ങനെ പറയണം. അപ്പോഴേക്കും അങ്ങ് പോവുക. അങ്ങനെ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് കയറി ചെല്ലുക. അപ്പോൾ അനാമികയും ജലജയും ജാനകിയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അനാമിക ചോദിക്കുകയാണ്, എന്താ നീ ഇപ്പം ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ആദർശേട്ടൻ വിളിക്കാൻ വരില്ലെന്നല്ലേ പറഞ്ഞത്? നിന്നോട് അനന്തപുരിയിലേക്ക് വരികയും വേണ്ടെന്ന് പറഞ്ഞു. നീയും നിൻ്റെ അമ്മായിയമ്മയും കൂടെ അവിടെ സുഖജീവിതം നയിക്കുകയായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്തിനാ പെട്ടെന്ന് നീ അനന്തപുരിയിലേക്ക് വന്ന് കയറിയതെന്ന് ചോദിക്കുക. അപ്പം നയന പറയാണ്, നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട, നീയൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാം. എന്നാലും ഇളയമ്മയും ഇങ്ങനായി പോയല്ലോ. മുത്തശ്ശിയും മുത്തശ്ശനും ഇവിടെ കിടക്കുന്നില്ലേ? അവർ നിങ്ങളെയൊക്കെ എന്തുമാത്രം കരുതലോടെയും സ്നേഹത്തോടെയും സ്നേഹിച്ചവരാ. എന്നിട്ട് അവർക്ക് ശരിക്കും ഭക്ഷണം കൊടുക്കാനോ മരുന്നെടുത്ത് കൊടുക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കുന്നില്ലല്ലോ. ഇതെന്തൊരു മത്സരമാണ് നിങ്ങൾ, ഈ ദുഷ്ടത്തരമാണല്ലോ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണോ എന്ന് ചോദിക്കാം. അപ്പോൾ ജലജ പറയാണ്, ഞങ്ങളൊക്കെ മനുഷ്യർ തന്നെയാടി, ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, കൂടുതൽ നോക്കണമെങ്കിൽ അവരെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. അപ്പം ഉടനെ തന്നെ നയന പറയാണ്, നിങ്ങൾ ഈ വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്, ഇത് കുറച്ച് ഭക്ഷണമാണ്, മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുത്തിട്ട് ഞാൻ പോയിക്കോളാം, എന്നെ ആരും തടയാനൊന്നും വരണ്ട എന്ന് പറയാം. അങ്ങനെ മുറിയിലേക്ക് കയറി പോവാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും. അവിടെ ചെന്ന് അവർക്ക് ഈ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പം നയനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, വേണ്ട മോളെ, എന്തിനാ മോൾ അവിടെ നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്? ഇതൊന്നും വേണ്ടെന്നേ, ഇവിടെയുള്ളവർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അവിടെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുത്തരണമെന്ന് തോന്നി, ഇല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ്, ഇത് തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങില്ല മുത്തശ്ശി എന്ന് പറയുക. അങ്ങനെ ഭക്ഷണമൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ കൊടുക്കുകയാണ്. അവർ ഭയങ്കര സന്തോഷത്തോടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി ഒരുപാട് വിഷമിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു അവസ്ഥയായി പോയല്ലോ, നമ്മൾ ജാനകിയും ജലജയും ഒക്കെ എത്രമാത്രം സ്നേഹിച്ചതാ, എന്നിട്ട് ഇപ്പോൾ അവർ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ, അധികാരം കയ്യിലില്ലാത്തപ്പോഴും പ്രായമാകുമ്പോഴും ഇത് തന്നെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ ആ ഭക്ഷണമൊക്കെ കഴിക്കുക. അത് കഴിഞ്ഞ് നയന യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ പോവാണ് മുത്തശ്ശി, ആദർശേട്ടൻ വന്ന് കണ്ട ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങുമ്പോൾ ആദർശ് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാനവിടെ വന്ന് നിന്നെ വിളിച്ചുമില്ലല്ലോ, പിന്നെ എന്ത് ബന്ധം സ്ഥാപിക്കാനാണ് നീ ഇങ്ങോട്ട് കയറി വന്നത്? അപ്പോൾ നയന പറയാണ്, ഞാൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കാൻ വന്നതാന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാണ്, നീ എന്തിനാ ഭക്ഷണം കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നത്? അങ്ങനെ ഒരു ബന്ധവും വേണ്ട,
വിശ്വാസകഞ്ചന കാണിക്കുന്നവർ അവിടെ തന്നെ ജീവിച്ചാൽ മതി. പുതിയ ബന്ധങ്ങൾക്കൊന്നും വന്ന് ഇനിയും ബന്ധം പുതുക്കാമെന്നോർത്ത് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നയന പറയാണ്, അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത്? മുത്തശ്ശിയോടും മുത്തശ്ശനോടുമുള്ള ബന്ധം എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതിനിപ്പം ആദർശേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് പറയണം. എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ആദർശ് പറയാണ്, നിന്നെ നയന അവിടെ, നീ ഇപ്പം ഏതായാലും വന്നതല്ലേ, നീ മുത്തശ്ശിക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ, അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്ത സ്ഥിതിക്ക് ആ കണക്ക് തീർക്കേണ്ടത് എൻ്റെ ആവശ്യം. ഇതാ പണം, ഈ പണം നീ പിടിച്ചോ, ഇത് നീ കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ വിലയായിട്ട് കണ്ടാൽ മതി, അല്ലാതെ ആരുടെ ഔദാര്യം ഈ അനന്തപുരിയിൽ ആർക്കും വേണ്ട. അപ്പം നയനയ്ക്ക് അങ്ങ് ഭയങ്കര വിഷമമാകാണ് കേട്ടോ. നയന പറയാണ്, എന്താ ആദർശേട്ടായി പറഞ്ഞത്? ഈ മുത്തശ്ശിക്കും ഇത്തിരി ആഹാരം കൊണ്ട് കൊടുത്തതിന് എനിക്ക് കണക്ക് പറഞ്ഞ് കാശ് തരാറായോ ആദർശേട്ടൻ എന്ന് പറയാണ്. അപ്പം നമ്മുടെ അനാമികയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് സന്തോഷമാവുക, ജലജയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശി വന്നിട്ട് പറയാണ്, ആദർശേ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല ആദർശേ, നയനമോള് ഞങ്ങളുടെ കാര്യം ഒന്നില്ലാതെ നോക്കിക്കൊണ്ടിരുന്നതാ, ഇപ്പം അവൾ ഒരു ഇത്തിരി ഭക്ഷണം കൊണ്ടുവന്നു, അത് ഞങ്ങൾ കഴിച്ചു, അതിൻ്റെ കൂലി ഏതായാലും നീ അവൾക്ക് കൊടുക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ നയന വിഷമിച്ച് അവിടുന്ന് ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിണക്കമൊക്കെ ഉടനെ തന്നെ മാറുവേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്